ഏറ്റവും വലിയ രോഗം എന്താണ്? ഒരുപാട് രോഗങ്ങളില്ലേ? ഡയബറ്റിസ് ഒരു വലിയ രോഗമാണ്, പ്രമേഹം ഒരു, ഹൃദ്രോഗം വലിയ രോഗമാണ്, സംശയം ഒരു വലിയ രോഗമാണ്, അല്ലെ? സംശയം ഒരു വലിയ രോഗമാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് വലിയ രോഗങ്ങളായിട്ട് പറയുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക രോഗങ്ങളെ ഒരു വലിയ രോഗമായിട്ട് എടുക്കരുത്. ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് മനസ്സിൻ്റെ രോഗമാണ്. പിന്നെ ഉപവേദം എന്ന തരത്തിൽ, നേരത്തെ ജയകുമാർ സാറ് പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഉപവേദം എന്ന തരത്തിൽ ആയുർവേദത്തെ വിലയിരുത്താനുള്ള പാണ്ഡിത്യം എനിക്കില്ല. വേദങ്ങളിൽ നിന്നുകൊണ്ട് ആയുർവേദത്തെ നോക്കിക്കണ്ട് സംസാരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ആയുർവേദത്തെ ഒരു വൈദ്യശാസ്ത്രം എന്നുള്ള നിലയിൽ കാണുവാനും പഠിക്കുവാനും മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാനും എനിക്ക് പ്രാപ്തിയുള്ളൂ എന്ന് എന്നെ ഓർമ്മപ്പെടുത്താനാണെന്ന് തോന്നുന്നു സാറ് വന്ന് എനിക്ക് ഈ പുസ്തകം കൊണ്ട് തന്നത്. ഈ പുസ്തകം തന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിനൊന്നും മുതിരുമായിരുന്നു. ഈ പുസ്തകം തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പണിക്ക് ഞാൻ പോകാതിരിക്കുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സാധാരണഗതിയിൽ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള ശ്രമം സ്വാഭാവികമായിട്ട് ഈ സംസ്കൃത പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ. സംസ്കൃത പാണ്ഡിത്യമെന്നോ അല്ലെങ്കിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആയുർവേദ ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സംസ്കൃതം പരിചയമുള്ള ആൾക്കാരാണ് പൊതുവെ ആയുർവേദ ഡോക്ടർമാരെല്ലാവരും തന്നെ. അപ്പോൾ ആ സംസ്കൃത പരിചയം ഉള്ളതുകൊണ്ട് നമ്മൾ പല സംസ്കൃത പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആശയം അങ്ങോട്ട് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അപ്പം നമ്മൾ ഈ പുസ്തകം വായിക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പം കുറച്ച് ഔദ്യോഗികമായ തിരക്കുകൾ, എനിക്ക് ഇന്ന് ശരിക്കും ഒരു യാത്രയുണ്ട്, ഒരാഴ്ചത്തേക്കില്ല. ഈ പരിപാടി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പോകേണ്ടതായിരുന്നു. ഗോവയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അടുത്ത ഒരാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കരിക്കുലം സിലബസ് സെറ്റിംഗ് ആണ്, സാറിന് അറിയാമായിരിക്കും. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്തു വെച്ചൊന്ന് വായിച്ചപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഗാലാൻഡിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ആ ഒരു റൈഡിൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു പ്രതീതിയുണ്ട്. കാര്യം ഇങ്ങനെ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് വളരെ ലളിതമായ രീതിയിൽ. അപ്പം എനിക്ക് ആ ഉപവേദം, ആയുർവേദത്തിൻ്റെ ഉപവേദമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കുറച്ച് പേജുകളിലൂടെ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ വളരെ മിനിറ്റുകൾക്കുള്ളിൽ ഞാനത് വായിച്ച് തീർത്തു എന്നുള്ളതാണ്. അപ്പം ഒരു പുസ്തകത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് എത്ര ലളിതമായി അവതരിപ്പിക്കുമ്പോഴാണ് ഭാഷയുടെ ഭംഗി ഉണ്ടാവുക. പണ്ടൊക്കെ നമ്മളൊരു സയൻറ്റിഫിക് ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ എപ്പോഴും പറയായിരുന്നു, ആൾക്കാർക്ക് മനസ്സിലാവാതെ കടുപ്പപ്പെട്ട വാക്കുകളില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവില്ല. പിന്നീട് ഇപ്പം മാറിയിട്ട് എത്ര ലളിതമാണ് ഭാഷ, അത്രയും മനോഹരമായിരിക്കും അത് ശാസ്ത്രം ഹൃദയത്തിലേക്ക് എത്തുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭയങ്കരമായ അവതരണ രീതി അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളെയും ഉപനിഷത്തുകളെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും കുറിച്ച് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ തലമുറ, എനിക്കും ശേഷം വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അത് ആസ്വാദ്യമായി തീരുള്ളൂ. ഞാനിവിടെ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഈ ഇംഗ്ലീഷ് പരിഭാഷ സാർ ഇത്രത്തോളം ലളിതമായിരിക്കുമോ? അതെ 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 എങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ ഇംഗ്ലീഷ് പരിഭാഷ ഇത്രത്തോളം ലളിതമായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ നന്നായി, എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ. അപ്പം അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം വായിച്ചു തീർക്കാനായിട്ടുള്ളൊരു പ്രചോദനം അതിൽ നിന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉപഭേദം എന്നുള്ള നിലയിൽ ആർക്കെങ്കിലും ആയുർവേദത്തെ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് സനാതന സുധയിൽ അത് വളരെ മനോഹരമായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉപനിഷത്തിൽ നിന്നുകൊണ്ട് ആയുർവേദത്തെ കാണുകയല്ല, ആയുർവേദത്തിൻ്റെ ജീവനോടുള്ള, ഞാൻ മനുഷ്യനോടുള്ള സമീപനം എന്ന് പറയുന്നത് തെറ്റാകും. കാര്യം ആയുർവേദത്തിൻ്റെ സമീപനം മനുഷ്യനോടുള്ളതല്ല, അത് ജീവനോടുള്ളതാണ്, ജീവിതത്തോടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഞാനിവിടെ സാറ് സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക്, ജയകുമാർ സാർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ സാറാണോ സംസാരിച്ചത് എനിക്ക് തോന്നുന്നു, അതായത് ഈ മോറൽ ഓഫ് ദ സ്റ്റോറി പറയരുത് എന്ന് പറഞ്ഞു, അല്ലേ? സ്വാമിയാണ് പറഞ്ഞത്. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോറൽ ഓഫ് ദ സ്റ്റോറി പറയരുത് എന്ന് പറഞ്ഞു, വളരെ ശരിയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് തുടങ്ങുകയാണ്. മോറൽ ഓഫ് ദ സ്റ്റോറി പറയരുത്. അതായത് നമ്മൾ വൈലോപ്പള്ളിയുടെ ഒരു വളരെ മനോഹരമായ കവിതയുണ്ട്, ഏതാണ്? മാമ്പഴം എന്നുള്ളതാണ്. ആ മാമ്പഴം വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തൊരു സമൂഹത്തോട് ഒരു വലിയ ഒരു ഖഡ്ഗം കവി
എടുത്ത് ചോദിക്കുന്നുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. നമ്മൾ സാധാരണഗതിയിൽ ഈ കൊച്ചുകുട്ടികളുണ്ടല്ലോ, കൊച്ചുകുട്ടികൾ കള്ളം പറയും. നമ്മൾ 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വളരെ മനോഹരമായ കള്ളങ്ങൾ പറയും. അപ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യും? നമ്മൾ അവരെ ദീർഘദർശനം ചെയ്യും. ഇങ്ങനെ കള്ളം പറഞ്ഞുകൂടാ, ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കണ്ണ് പൊട്ടും, കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടുമെന്ന് എൻ്റെ അച്ഛൻ എന്നോടൊരു കള്ളം പറഞ്ഞു. ഇങ്ങനെയല്ലേ? അപ്പം ഈ കള്ളം പറയുന്നത് കുട്ടികളുടെ ബുദ്ധിയുടെ വികാസത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് പറയുക. ബുദ്ധിയുടെ വികാസത്തിൻ്റെ ലക്ഷണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു കുട്ടി, ഞാനിങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുഞ്ഞിനോട് അമ്മ ചോദിക്കുകയാണ്, ആരാണ് അടുക്കളയിലിരുന്ന എണ്ണപാത്രം പൊട്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെ അമ്മ ആത്മകഥം നടത്തുകയാണ്. ആരാണ് അടുക്കളയിലിരിക്കുന്ന എണ്ണപാത്രം പൊട്ടിച്ചത്? അങ്ങനെ കുഞ്ഞിൻ്റെ ആത്മകഥം. പെട്ടെന്ന് കുഞ്ഞ് സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്താണ്. അപ്പുറത്ത് എവിടെ നിന്നോ കുഞ്ഞ് ഓടി വന്ന് പറയാണ്, ഞാനല്ല എന്ന്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്താണ്, ആരാണെന്ന് മനസ്സിലായി. ഉടനെ അമ്മയാണ് ചോദിക്കുന്നത്. അമ്മ രസകരമായി ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ആരാണ് പൊട്ടിച്ചത്? അത് പൊന്നിയാണ് പൊട്ടിച്ചത്. പൊന്നി എങ്ങനെയാണ് നിന്റെ വീട്ടിൽ വന്ന് പൊട്ടിക്കുന്നത്? പൊന്നി ഹെലികോപ്റ്ററിൽ വന്നാണ് പൊട്ടിച്ചത്. നിങ്ങൾ കള്ളം പറയുമ്പോൾ ദീർഘദർശനം ചെയ്യാതെ കുഞ്ഞുങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും? അവൻ ചിന്തിച്ചു തുടങ്ങുന്നു, അവൻ്റെ ഭാവന വിടരുന്നു. യുക്തിം പശ്യതി യാ ഭാവാൻ ബഹുകാരണ യോഗജാൻ. പല കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളിൽ യുക്തി ഉണ്ടാവുക എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ വളരെ 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 വിശാലമായ ഒരു ചിന്തയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്താണ് ആയുർവേദത്തിന് ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് നിങ്ങളോട് വരേണ്യ സദസ്സാണിത്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കേണ്ട, എന്നാൽ ഒരു രസകരമായി എടുക്കൂ. ഏറ്റവും വലിയ രോഗം എന്താണ്? ഒരുപാട് രോഗങ്ങളില്ലേ? ഡയബറ്റിസ് ഒരു വലിയ രോഗമാണ്, പ്രമേഹം, ഒരു ഹൃദ്രോഗം വലിയ രോഗമാണ്, സംശയം ഒരു വലിയ രോഗമാണ്, അല്ലെ? സംശയം ഒരു വലിയ രോഗമാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് വലിയ രോഗങ്ങളായിട്ട് പറയുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക രോഗങ്ങളെ ഒരു വലിയ രോഗമായിട്ട് എടുക്കരുത്. ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് മനസ്സിൻ്റെ രോഗമാണ്. മനസ്സിൻ്റെ തന്നെ ചില രോഗങ്ങളുണ്ട്. മനസ്സിൻ്റെ തന്നെ ചില രോഗത്തിൽ ആ രോഗിക്ക് അറിയുന്നില്ല. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗംഗ അറിയുന്നില്ല നഗ്നനോടൊപ്പം നടന്ന്, അല്ലേ, വീട്ടിലെ പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുന്ന മനോരോഗി താനാണ് എന്ന് ഗംഗ അറിയുന്നില്ല. അപ്പോൾ ഒരാൾക്ക് ഞാൻ രോഗിയാണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും ഭീകരമായ ഒരവസ്ഥയായിട്ട് നമ്മൾ കാണാം. നമ്മുടെ ഈ റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകുന്ന ചിത്തഭ്രമ രോഗികൾ പലരും ഒരുപക്ഷെ വളരെ അറിവുള്ളവരായിരുന്നിരിക്കാം. അവരുടേതായ ഒരു ലോകത്ത് വളരെ സമാധാനത്തോടുകൂടിയായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് അവരാരാണെന്നോ അവരെന്താണെന്നോ അവരെന്താണ് ചെയ്യുന്നതെന്നോ അവരുടെ രോഗം എന്താണെന്നോ അറിയുന്നില്ല. അതുപോലെ തന്നെ ഒന്ന് ഓർത്തു നോക്കിയാൽ എത്ര വലിയ രോഗമുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനൊരു സമാധാനമുണ്ടെങ്കിൽ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ എത്ര പേർക്ക് ആരോഗ്യമുണ്ട് എന്ന് ഞാൻ ചോദിച്ചോട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന്? കൈവക്കൂ, കാണട്ടെ. ഓക്കെ, ശരി, കൊള്ളാം. അപ്പം സ്വന്തം ആരോഗ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആരോഗ്യമായി ഇരിക്കാനുള്ള ആദ്യത്തെ കാര്യം. അപ്പം ആയുർവേദം എന്ന് പറയുന്ന ഈ വൈദ്യശാസ്ത്രം മറ്റു ലോകത്തിലെ ഏത് വൈദ്യശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുർവേദത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ആരോഗ്യമാണ്. എന്തല്ല? രോഗമല്ല. ആരോഗ്യം പരിപാലിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ചികിത്സയിലേക്ക് ആയുർവേദം കിടക്കുക. അതിനെ നമ്മൾ പോസിറ്റീവ് ബയോളജിക്കൽ അപ്രോച്ച് എന്ന് പറയും. പോസിറ്റീവ് ബയോളജി. കാര്യം എല്ലാം പറയുന്നത് നിങ്ങൾ ആരോഗ്യമായിരിക്കും, നിങ്ങൾ ആരോഗ്യമായി ചിന്തിക്കും, നിങ്ങൾ ആരോഗ്യമായി ഭക്ഷണം കഴിക്കൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആരോഗ്യത്തെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആരോഗ്യത്തിൻ്റെ ലക്ഷണം പറയുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്തും പറയുന്നില്ല. പിന്നീട് ലോകാരോഗ്യ സംഘടനയൊക്കെ ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യത്തിൻ്റെ സമഗ്രമായൊരു ഡെഫിനിഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആയുർവേദത്തിലാണ് കാണുക.
സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന സ്വസ്ഥ ഇത്യവിധി. അതുകൊണ്ടൊരു വലിയ മെച്ചമുണ്ട്. എന്താണെന്നറിയാമോ? ഹസ്തി ആയുർവേദമുണ്ട്, പക്ഷി ആയുർവേദമുണ്ട്, മൃഗ ആയുർവേദമുണ്ട്, മനുഷ്യ ആയുർവേദമുണ്ട്. കാര്യം ജീവനുള്ള എല്ലാത്തിലേക്കും ഈ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ സമദോഷമായിരിക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം സമ അഗ്നിയായിരിക്കുക. എന്താണ് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അഗ്നി? നമ്മുടെ വിശപ്പ്, ഉദര്യസ്ഥമായിരിക്കുന്ന ഒരു അഗ്നിയുണ്ട്. നമ്മളുടെ വയറിൽ നമ്മൾ വിശപ്പായി അറിയുന്ന ഒരു അഗ്നി. വിശപ്പ് അഗ്നിയുടെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കോശങ്ങളിലും നമ്മളുടെ ഓരോ ശരീരത്തിൽ നമ്മൾ എവിടൊക്കെ തൊടുന്നുവോ അവിടെ എല്ലാം ഒരു അഗ്നി ഇരിപ്പുണ്ട്. ആ അഗ്നിയിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ആ അഗ്നിയാൽ പചിപ്പിക്കപ്പെട്ട് ഓരോ കോശങ്ങളിലെ ഓരോ കണങ്ങളിലും നമ്മളുടെ പാഞ്ചഭൗതികമായ പ്രപഞ്ചം നമ്മുടെ ശരീരത്തിലേക്ക് അനസ്യൂതമായി ചേർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, എന്തൊരു ഭയങ്കരമായ സങ്കല്പമാണ്. സൂര്യനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കണികയെ ഒരു ചെടി ഓടിച്ചിട്ട് പിടിക്കുന്നു. ആ ഓടിച്ചിട്ട് പിടിക്കുന്ന ചെടി നമ്മൾ ഒരു ജീവി കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കഴിക്കുന്നു. അതിലൂടെ ആ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. എത്ര മനോഹരമായ ഒരിതാണ്. ഇങ്ങനെ ഇരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി മനുഷ്യനെ കാണുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രപഞ്ചവും നിങ്ങളെ ഭാഗമാണ് എന്ന് കാണുന്നിടത്താണ് ആയുർവേദത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ചേതനവും അചേതനവുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര രസകരമായൊരു കാര്യമാണ്. ചേതനവും അചേതനവും നമ്മൾ മൊത്തത്തിൽ ലോകത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ചേതന വസ്തുക്കൾ അചേതന വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ചേതനമുള്ളത് ജീവനുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നും അല്ലാതെ വേറൊരു തലമുണ്ട് അതിന്. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, പണ്ടൊരു പൊട്ടൽ പൊട്ടി എന്നിട്ട് ഇങ്ങനെ വികസിച്ച് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഒന്നിലും ഒരു വ്യവസ്ഥയില്ല. ഡിസോർഗനൈസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി. എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കുക, അങ്ങോട്ടിരിക്കുക, ഇങ്ങോട്ട്. ഇപ്പോൾ അചേതനമായ വസ്തുക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലതിനും ഒരു ഡിസോർഗനൈസേഷൻ കാണാൻ പറ്റും. നേരെ മറിച്ച് ചേതനമായ വസ്തുക്കൾ അങ്ങനെയാണോ? അല്ല. ചേതനമായ വസ്തുക്കളെല്ലാം ഭയങ്കരമായി ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കുക. അപ്പോൾ പ്രപഞ്ചം നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഡേ ഡിസോർഗനൈസ് ചെയ്യുന്നു. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വലിയുണ്ടല്ലോ, നമ്മളെ നാല് പാട് നിന്നും വലിക്കുന്ന ആ വലിയെ അതിജീവിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കാൻ എന്ത് വേണം? അങ്ങോട്ടൊരു എനർജി കൊടുത്ത് വലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചൊരു എനർജി കൊടുത്ത് വലിക്കണം. ആ എനർജിയെ നമ്മുടെ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുന്നതാണ് ചേതന എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്റെ നല്ലൊരു ശതമാനം ഈ ഒരു എനർജിയായി മാറിയിട്ട് പ്രപഞ്ചത്തോട് അനുനിമിഷം യുദ്ധം ചെയ്യുന്നവരാണ് ജീവനുള്ള എല്ലാവരും. അതൊരു ഭയങ്കരമായ കാഴ്ചപ്പാടാണ്. ആ പ്രപഞ്ചവുമായിട്ടുള്ള ആ ഒരു വടംവലിയുണ്ട്. പ്രപഞ്ചവുമായിട്ട് നമ്മൾ സമരസപ്പെടുമ്പോഴും നമ്മൾ ഓരോ നിമിഷവും പ്രപഞ്ചവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു യുദ്ധത്തിനകത്ത് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ചിലപ്പോൾ പൊറുക്കപ്പെട്ടു എന്ന് വരില്ല. അതാണ് നമ്മൾ എന്തായി കാണുക? രോഗമായി കാണുക. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒന്നുമില്ല. വേദനയാണ് രോഗം. പ്രതികൂലമായ അനുഭവം അതല്ലേ? അങ്ങനെയല്ലേ സാർ? വേദന എന്ന് പറയുന്നത് പ്രതികൂലമായ ഒരു അനുഭവമാണ്. അനുകൂലമായ അനുഭവത്തെ സുഖമെന്നും പ്രതികൂലമായ ഒരു അനുഭവത്തെ നമ്മൾ ദുഃഖമെന്നും പറയും. അത്രയേ ഉള്ളൂ. ഈ അനുഭവങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും. ചിലയിടത്തും മരിച്ചു കഴിഞ്ഞാൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കും. അത് അവരുടെ അനുഭവം അങ്ങനെയാണ്. അനുഭവങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം നമ്മൾ നോക്കൂ, അപ്പം ചേതന ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെയിരിക്കും? നമ്മളിങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾ പറയുമ്പോൾ ഒരു വേർഡ് ആഡ് ചെയ്തായിരിക്കും എപ്പോഴും പറയുക. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എല്ലായ്പ്പോഴും എന്ത് ചേർക്കും? ഓർഗനൈസേഷൻ എന്നുള്ള വാക്ക് ചേർക്കും. അപ്പം നമ്മൾ 6 പേർ ചേർന്നിരിക്കുമ്പോൾ,
ശരീരം 6 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്നല്ലോ പറയുക. ചേതനമായിരിക്കുന്ന ശരീരം 6 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഒരു ക്ഷേത്രവും ഒരു ക്ഷേത്രജ്ഞനും ആത്മാവും, അല്ലേ? 6ാമതൊരാളും കൂടെ ചേരും. പഞ്ചമഹാഭൂതമായിരിക്കുന്നത് 5 പേരാണ്. അത് അചേതന വസ്തുക്കളിലാണ്. ചേതനമാവുമ്പോൾ 6 ഇതിലെല്ലാം സംയോജിച്ച് കരണം അതിനുള്ളിൽ, നമ്മൾ സമവായി കാരണം പഠിക്കില്ലേ, സമവായി കാരണത്തിൽ തന്നെ കരണം ഇരിക്കുന്നു എന്നാണ് പറയുക ജീവനല്ലേ. അപ്പം എന്ത് വരുന്നു? നമ്മൾ ജീവനായി മാറുന്നു. എപ്പോഴാണോ ഈ 6ാമൻ നമ്മളിൽ നിന്ന് പോകുന്നത്, അഗ്നി നമ്മളിൽ നിന്ന് പോകുന്നത്, നമ്മൾ പ്രപഞ്ചത്തിന് അനുസരിക്കും. എന്ത് ചെയ്യും? നമ്മൾ ഡിസോർഗനൈസ് ചെയ്ത് പോകും. നമ്മൾ വളരെ സമാധാനമാകും, ഇല്ലേ? നമ്മൾ എപ്പോഴും ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സമ്മർദ്ദത്തിൽ അടിപ്പെടും, ഇല്ലേ? നമ്മളെങ്ങനെയാ? ചിലർക്ക് ബുക്ക് അടുക്കിയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, നമ്മൾക്ക് പാത്രം അടുങ്ങിയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, ഇല്ലേ? പലരും കാണും, എനിക്കറിയാം, പലരുടെയും മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നു. അത്രയൊന്നും ഓർഗനൈസ് ചെയ്ത് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. ഇടയ്ക്ക് അലമാരയിലെ തുണിയൊക്കെ വലിച്ച് താഴെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങി നോക്കൂ, ഭയങ്കര സുഖമാണ്. എപ്പോഴൊക്കെയാണോ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ, മാത്രമല്ല നമ്മൾ ഈ ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, ഈ ഓർഗനൈസ് ചെയ്യുന്ന സമ്മർദ്ദം നമ്മൾ നമ്മളുടെ മക്കളിലേക്കും കുട്ടികളിലേക്കും അറിയാതെ ഇഞ്ചെക്ട് ചെയ്ത് തുടങ്ങും, അല്ലേ? ദീർഘദർശനം ചെയ്യും. 9 മണിക്ക് വണ്ടി വരുമെന്ന് കുഞ്ഞിന് അറിയാമെങ്കിലും നമ്മൾ 8 മണി തൊട്ടേ വണ്ടി വരും എന്ന് അവനെ ഇങ്ങനെ പെയിൻഫുൾ റിയാലിറ്റി ആയിട്ട് അവനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഡിപ്രഷൻ എന്നറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് പെയിൻഫുള്ളി അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഡിപ്രഷൻ. ഒരാൾ സമയത്തെക്കുറിച്ച് പെയിൻഫുള്ളി അവെയർ ആണോ, അയാൾ ആങ്ഷ്യസ് ആണെന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കും, നെഞ്ചിടിപ്പ് കൂടും, ഇല്ലേ? നമ്മൾ കുട്ടിക്കാലത്ത് കുഞ്ഞിനെ ഇതിങ്ങനെ പറയും, എന്താണ്? 9 മണി. എന്നിട്ട് അവൻ കല്യാണം കഴിക്കുമ്പോൾ, അവന് ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. എന്തുകൊണ്ടാണ്? ആരാണ് അതിന് ഉത്തരവാദി? നമ്മൾ ഇരുട്ടിനെ കാണിച്ച് കുട്ടിയോട് പറയും കോക്കാച്ചി മറുതയുണ്ട് എന്ന്, ഇല്ലേ? അപ്പം സന്തോഷമായിട്ട് സമ്മർദ്ദരഹിതമായിട്ട് വളരുക എന്നുള്ളത്, പ്രപഞ്ചവുമായി ഇടപെട്ട് വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം സമദോഷ, സമ അഗ്നി, സമധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗൻ എല്ലാം നന്നായി പ്രവർത്തിക്കുക. ഓക്കെ, ആരോഗ്യ ലക്ഷണമാണ്. സമമലക്രിയ, അല്ലേ? സമമലക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ? കഴിക്കുന്നതിൽ നിന്ന് നിരന്തരമായ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ്. നമ്മൾ അത്ഭുതപ്പെടും ശരീരത്തിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ. നമ്മൾ എങ്ങനെ അത്ഭുതപ്പെടും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെക്കാൾ വലിയ കേമന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും, നമ്മളെക്കാൾ, മനുഷ്യനേക്കാൾ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ആരുണ്ട്? ഇല്ലേ? അവരിൽ പലരെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് COVID-19 വന്നു, നമ്മളെല്ലാവരും പെട്ടു. എങ്ങനെയാണ്? ഹ്യൂമൻ ജീനോം, മനുഷ്യൻ്റെ ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ് ആര്? വൈറസ്. അവൻ വളരെ സിമ്പിളായിട്ട് വന്ന് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് ഈ ലോകം മുഴുവൻ നിശ്ചലമായി, അല്ലേ? അപ്പം അതാണ്. അപ്പം സമമലക്രിയ, കൃത്യമായ ഈ കെമിക്കൽ റിയാക്ഷന് ശേഷം ഉണ്ടാകുന്ന സാധനങ്ങൾ നമുക്ക് പുറത്തു പോകണം. അങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് പുറത്ത് പോകുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതും ഓക്കെയാണ്. ഇനി അത് ശാരീരികമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, പ്രസന്ന ഇന്ദ്രിയങ്ങൾ. എല്ലാ ഇന്ദ്രിയങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. കണ്ണൊക്കെയാണോ? എല്ലാവർക്കും നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നു. രുചിയുണ്ടോ? രുചി ഉണ്ടെങ്കിൽ മണവും ഉണ്ട് എന്നാണ് അർത്ഥം. മണവും രുചി എന്ന് പറയുന്നത് മൂക്കിൻ്റെയും നാക്കിൻ്റെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ ചില മരുന്നുകളിനകത്തൊന്നും ഇപ്പോൾ ഓറഞ്ച് കളറിലുള്ള ഓറഞ്ചിൻ്റെ മണവും ചേർത്ത് നമ്മളൊരു സിറപ്പിനകത്ത് നല്ല പൊടി, കയ്പുള്ള പൊടി ചേർത്ത് കൊടുക്കും. കുട്ടി അത് ഓറഞ്ചാണെന്ന് വിചാരിച്ചാൽ കുടിക്കും, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ പറ്റിക്കാൻ പറ്റും. കാര്യം സ്മെല്ല് മാത്രം മതി. പ്രസന്ന ഇന്ദ്രിയങ്ങളുള്ളവരാണോ നിങ്ങൾ? പ്രസന്ന മനസ്സുള്ളവരാണോ? ആണോ? ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എൻ്റെ മോന് ജോലി ആയില്ല, അല്ലെങ്കിൽ എൻ്റെ മോൻ ഇന്നലെ വിളിച്ചില്ല. പ്രസന്ന ആത്മാവുള്ളവരാണോ നിങ്ങൾ?
എന്താണ് ആത്മാവ് എന്നുള്ള ചോദ്യം. നമ്മൾ പലപ്പോഴും ആത്മാവിനെ ഇപ്പം ഭ്രമയുഗം വന്നതോടുകൂടി നമ്മൾ വേറൊരു ആത്മാവിനെ കാണുന്നു, അല്ലേ? ചില ഇംഗ്ലീഷ് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ചില ആത്മാവിനെ കാണുന്നു. ആത്മാവിനെ കുറിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വേദങ്ങളിലൊക്കെ തന്നെ ആത്മാവിനെ കുറിച്ചുള്ളയും അറിവിനെ കുറിച്ചുള്ളയും ചർച്ചയാണ്. ജ്ഞാന അധികരണം ആത്മ എന്നാണ് വളരെ സിമ്പിളായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ അറിവുകൾ എവിടെയാണ് ഇരിക്കുന്നത്? ആ ഇരിക്കുന്ന ഇരിപ്പിടത്തെയാണ് നിങ്ങൾ ആത്മാവ് എന്ന് പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ ആത്മാവിനെ കുറിച്ചുള്ളത്. അപ്പം നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് ഇടപഴകാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്ന ആത്മാവുള്ളവരാണ്. ഇത്രയുമുണ്ടോ? ഇത്രയുമുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ് എന്ന് ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വളരെ സന്തോഷമാണ്, ആരോഗ്യവാനാണ്. മനസ്സിലായില്ല? അപ്പോൾ അതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ആരോഗ്യത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം, നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആരോഗ്യത്തിനും രോഗത്തിനും ഒരു കാരണം തന്നെയാണ്. അതാണ് എൻ്റെ അടുത്ത രസകരമായൊരു കാര്യം. ആരോഗ്യത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? അതേ കാരണങ്ങൾ തന്നെയാണ് രോഗത്തിനും കാരണം. അത് ഭയങ്കര രസമായിരിക്കുന്നു, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാല അർത്ഥ കർമ്മണാം യോഗോ ഹീന മിഥ്യ അതിമാത്രകൈഹി സമ്യക് യോഗശ്ച വിജ്ഞേയോ രോഗ ആരോഗ്യ ഏകകാരണം. ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ് ആ കാരണം എന്ന് പറയാം? ഇത് പറയുമ്പോഴും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം. കാല അർത്ഥ കർമ്മണാം യോഗം. കാലം, അർത്ഥം, കർമ്മം. ഹീനയോഗം, മിഥ്യായോഗം, അതിയോഗം, സമ്യക് യോഗം. ഇത്രയുമാണ് രോഗത്തിനും ആരോഗ്യത്തിനും ഏക കാരണം. നമ്മൾ നാടോടിക്കാറ്റ് എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ കണ്ടില്ലേ? അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. എന്താണ്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. സമയമല്ല, എല്ലാത്തിനും അതിൻ്റെതായ മാത്രയുണ്ട് ദാസ. എന്താണ് മാത്ര? അളവ്. അളവാണ് രോഗത്തിനും ആരോഗ്യത്തിനും ഏക കാരണം. ഏത്തപ്പഴത്തിന് കുഴപ്പം വല്ലതും ഉണ്ടോ? നല്ലതാണോ? എല്ലാ ദിവസവും ഞാൻ ഏത്തപ്പഴം തന്നാലോ? അതിമാത്രയാണ്, രോഗകാരണമാണ്. ഏത്തപ്പഴം പോലുള്ള സാധനങ്ങൾ കഴിക്കേണ്ടത് ഞാൻ കഴിച്ചില്ലെങ്കിലോ? ഹീനമാത്രയാണ്, രോഗകാരണമാണ്. ഏത്തപ്പഴം കഴിക്കേണ്ടവൻ ഏത്തപ്പഴം കഴിക്കാതെ മറ്റെന്തെങ്കിലും കഴിച്ചാൽ അത് മിഥ്യായോഗമാണ്, അതും രോഗകാരണമാണ്. അപ്പം ഹിതമായിരിക്കണം. അത് ഞാൻ ഹിതമായതാണ് കഴിക്കുന്നത്. ഹിതമായാൽ മാത്രം മതിയോ? ഹിതമായത് മിതമായിരിക്കണം. അപ്പം രണ്ട് വാക്ക് നിങ്ങൾ ഇവിടുന്ന് പോകും, ബാക്കി എല്ലാം മറന്നോളൂ. ഞാൻ പറഞ്ഞ, അവരാരും പറഞ്ഞ് മറക്കാനല്ല പറഞ്ഞ, ഞാൻ പറഞ്ഞതിൽ മുഴുവൻ മറന്നോളൂ. പക്ഷേ ഈ രണ്ട് വാക്ക് മറക്കരുത്. മലയാളത്തിലാക്കാം നമുക്ക്. വേണ്ടത് വേണ്ടത്ര. വേണ്ടത് വേണ്ടത്ര. എന്തെങ്കിലും വേണ്ടതാണ് എന്ന് കരുതി അത് ഒരുപാട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ഇനി മിഥ്യാമാത്ര എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം കാലത്തിൻ്റെ മിഥ്യായോഗം എന്താണ്? കാലത്തിൻ്റെ ഹീനമാത്ര, കാലത്തിൻ്റെ അതിമാത്ര എന്ന് നമുക്ക് നോക്കാം. കാലമാണ് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട്. സമയം ദുഷിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്, ഇല്ലേ? സ്വാമിക്ക് ഒരുപാട് പറയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഓരോ യുദ്ധങ്ങളും ഓരോ കാലത്തിൻ്റെ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണിക്കുമ്പോൾ കാലചക്രത്തെയാണ് കാണിക്കുന്നത്. കാലം ദുഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം നോക്കൂ, മഴ പെയ്യേണ്ട സമയത്ത് മഴ കൂടുതലായി പെയ്യുന്നത് മഴയുടെ എന്താണ്? അതിയോഗമാണ്.
മഴ പെയ്യേണ്ട സ്ഥലത്ത് കുറച്ച് മഴ പെയ്യുന്നത് അത് ഹീനയോഗമാണ്. കൃത്യമായി മഴ പെയ്യുന്നത് സമ്യയോഗമാണ്. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതിരിക്കുന്നത് എന്താണ്? അത് മിഥ്യായോഗമാണ്. എന്തിൻ്റെയും മിഥ്യായോഗം ഏറ്റവും അപകടകരവും രോഗോത്പാദകവുമാണ്. കേരളത്തിൽ ഇത്തരത്തിലൊരു ചൂട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ സമയത്ത് ഇത്രയും ചൂട് വേണ്ടതാണോ? അല്ല എങ്കിൽ ഇത് ചൂടിൻ്റെ മിഥ്യായോഗമാണ്. നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ചൂടിൻ്റെ മിഥ്യായോഗം ഉണ്ടാകുമ്പോൾ, കാര്യം ഈ സമയത്ത് നമ്മൾ ഇത്ര ചൂടല്ല പ്രതീക്ഷിക്കുന്നത്. ജൂൺ മാസത്തിൽ മഴ പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴയ്ക്ക് പകരം ഇത്രയും ചൂട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രപഞ്ചവുമായി ചേർത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടുള്ള ചില ചര്യകൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ശരീരത്തെ അതിനു വേണ്ടി പ്രാപ്തരാക്കണം. മഴയിലേക്ക് ഇറങ്ങുമ്പോൾ മഴ ഓം ഹ്രീം മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ നിൽക്കില്ല. പകരം നമുക്ക് എന്ത് പിടിക്കാം? ഒരു കുട പിടിക്കാം. അങ്ങനെ പിടിക്കേണ്ട വിവിധ കുടകളെ കുറിച്ചാണ് ആദ്യം ആയുർവേദം പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിന് മാത്രമായി ഒരു വലിയ ഭാഗം ആയുർവേദം മാറ്റിവെച്ചിരിക്കുന്നു. സ്വസ്ഥവൃത്തം. സ്വസ്ഥവൃത്തത്തിൽ പരാജയപ്പെടുന്നവർക്ക് കടന്നു പോകാനുള്ള വഴിയാണ് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ 8 ആതുര വൃത്തങ്ങൾ. 8 സ്പെഷ്യാലിറ്റിയാണ്. സ്വസ്ഥനായിരിക്കണമെങ്കിലും അവിടെ വരാം. പക്ഷേ നമ്മൾ കാലം കഴിഞ്ഞു വന്നപ്പം നമ്മളും എന്തായി മാറി? ആതുര വൃത്തത്തിൽ ഇതാ എല്ലാവരും സ്വസ്ഥന്മാരായിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു കൂട്ടേണ്ടി വരില്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ആയുർവേദത്തിൻ്റെ പ്രസക്തി കൂടുന്നത് എല്ലാവരും സ്വസ്ഥന്മാരായിരിക്കുമ്പോഴാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി കൂടുതലായി വരിക. സ്വസ്ഥന്മാരായിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ 3 കാര്യങ്ങളിലാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ശരീരത്തിൽ 3 ദോഷങ്ങളെന്ന് നമ്മൾ പറയുക അല്ലേ? 3 ദോഷങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം 3 ദോഷങ്ങളെ 3 തൂണുകളായിട്ടാണ് കാണുക. 3 തൂണുകൾ. 3 തൂണെന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം റിക്വയർമെൻ്റ് അല്ലേ 3. 2 പറ്റത്തില്ല, 3 വേണം. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എടുത്താൽ പോലും 2 പറ്റില്ല, 3 സാമ്പിൾ എടുക്കണം അല്ലേ സാർ? മിനിമം 3 സാമ്പിൾ ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ 3 സാമ്പിൾ വെച്ച് നമ്മളൊരു വീട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപസ്തംഭങ്ങൾ വേണം. 3 ഉപസ്തംഭങ്ങൾ വേണം. ഉപസ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടീവ് തൂണെന്നല്ല പറയുക, കഴുക്കോലെന്ന് മലയാളത്തിൽ പറയത്തില്ലേ? നമ്മൾ ആ കഴുക്കോലിൻ്റെ മേളിലാണ് മേൽക്കൂര പിടിപ്പിക്കുന്നത്. അപ്പം 3 കഴുക്കോലുകൾ മേൽക്കൂരയെ കൊണ്ടാണ് ഈ 3 തൂണുകളെ സംരക്ഷിക്കുന്നത്. ആ 3 തൂണുകൾ എന്തൊക്കെയാണെന്നറിയാം? ആ 3 തൂണുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വേണ്ടത് വേണ്ടത്ര എന്ന് പറയുന്നത് ഈ 3 ഉപതൂണുകളെ സംരക്ഷിക്കാനുള്ളതാണ്. ആ ഉപതൂണുകൾ ഏതൊക്കെയാണെന്നറിയാമോ? 1 ആഹാരം. വേണ്ടേ? ആഹാരം എങ്ങനെ കഴിക്കണം? എങ്ങനെ കഴിക്കണം? അല്ല, മലയാളത്തിൽ പറഞ്ഞാലാണ് ഏറ്റവും അടിപൊളി. വേണ്ടത് വേണ്ടത്ര. രണ്ടാമത് അടുത്തത് എന്താണ്? ഉറക്കം. എന്താണ്? നിദ്ര, ഉറക്കം. കൃത്യമായ ഉറക്കം വേണം. ഒരു പ്രായത്തിൽ നമ്മൾ ഉറങ്ങേണ്ട ഉറക്കം നമ്മൾ ഉറങ്ങിയിരിക്കണം. മൂന്നാമത്തത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായ ചർച്ചകളൊക്കെ ആയുർവേദത്തിൽ നടക്കുന്നുണ്ട്, ദർശനങ്ങളിലുണ്ട്. 2 തരത്തിലുള്ള ബ്രഹ്മചര്യത്തെയാണ് പറയുക. വൈവാഹിക ബ്രഹ്മചര്യവും നൈഷ്ഠിക ബ്രഹ്മചര്യവും. നമ്മൾ ശ്രീരാമൻ പിന്നെ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? സ്വയംവരത്തിലേക്ക് പോകുന്നു. അപ്പം അതുവരെയുള്ള കാലഘട്ടത്തെയാണ് വൈവാഹിക ബ്രഹ്മചര്യം എന്ന് പറയുക. അപ്പം ആ വൈവാഹിക ബ്രഹ്മചര്യത്തിനാണ് ആയുർവേദം പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദ പുസ്തകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വാചീകരണം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്, ഒരു ഭാഗമുണ്ട്. അതായത് നമ്മളുടെ ശരീരത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. കാര്യം ഇനി വരുന്ന ഒരു തലമുറ ആരോഗ്യമുള്ളതായിരിക്കണ്ടേ? അപ്പം ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് 8ാമത്തെ അംഗമായ വാചീകരണം. അപ്പോൾ അവിടെ എന്ത് ബ്രഹ്മചര്യമായിരിക്കും പറഞ്ഞിരിക്കുന്നത്? വൈവാഹിക ബ്രഹ്മചര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷുവൽ ഹെൽത്ത്.
അല്ലേ? അപ്പം പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് പ്രോപ്പർ സെക്ഷുവൽ ലൈഫ്, ഇത് മൂന്നുമാണ് നമ്മൾ ഈ തൂണുകളെ സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പം ആഹാരത്തിൻ്റെ ഹീനയോഗമാണോ അതിയോഗമാണോ മിഥ്യായോഗമാണോ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാലോചിച്ച് നോക്കൂ. അതിയോഗമാണോ? എപ്പോഴാണ് ആഹാരത്തിൽ മിഥ്യായോഗം ഉണ്ടാവുക? നമ്മളുടെ കാലഘട്ടത്തിനും നമ്മളുടെ ചുറ്റുപാടിനും അനുസരിച്ചിട്ട് അല്ലാതെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മിഥ്യായോഗമാണ്. കാര്യം ഓരോ ഋതുവിനും, നമ്മുടെ കേരളത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് എന്തിനു വേണ്ടിയാണ് കരയുന്നതെന്ന് അറിയാമോ? ഏത്തക്ക പൊടിക്കും കൂരവ് കാച്ചതിന് വേണ്ടിയാണ് കരയുന്നത്. കാര്യം തലമുറകളായി നമ്മളുടെ ശരീരത്തിൽ കൊടുത്ത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാണത്. അതിനെയാണ് നമ്മൾ സാത്മ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മലയാളികൾ വളരെ ഈസി ആയിട്ട് അവർ മുണ്ടും ഇതൊക്കെ ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ചൂടത്തൂടെ നമ്മൾ ഈസി ആയിട്ട് നടന്നു പോകും. നമുക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഒരു കാശ്മീരിലൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? കാര്യം എന്താ? നമ്മൾ ഈ ചുറ്റുപാട് നമുക്ക് സാത്മ്യമാണ്, അതിനെ സാത്മ്യമെന്ന് പറയും. ആ സാത്മ്യമായതിനെ നമ്മൾ ത്യജിക്കാൻ പാടില്ല. അസാത്മ്യമായതിനെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അതിനെ പതുക്കെ സാത്മ്യമാക്കി സ്വീകരിക്കണം. അപ്പം ഏറ്റവും രസകരമായ ഒരു പഠനമുണ്ട്. കാര്യം ഇന്ത്യയിലെ, ഭാരതത്തിലെ ടോപ്പ് ലോഡിങ് ഫുഡ് പാറ്റേണിനെ കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. കാര്യം നമ്മളുടെ ഫുഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ബാലൻസ്ഡ് ക്ലൈമറ്റിൽ ജീവിക്കുന്നവരാണ്. ഇടയ്ക്ക് ചൂട്, ഒരു മഴ, കുറച്ചൊരു തണുപ്പ്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്രകൃതമാണ്. നമ്മൾ ഏറ്റവും ആരോഗ്യമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഏറ്റവും ആയുർദൈർഘ്യമുള്ള ആൾക്കാരാണ്. ഏറ്റവും ആരോഗ്യം ഉണ്ടോ എന്ന് സംശയിക്കണം. വേറെ ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ മൂന്നാമത്, പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യത്തിൽ ഒന്നാമത്, രണ്ടാമത്, പിന്നെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ 76 വയസ്സ് വരെ ആവറേജ് ജീവിച്ചിരിക്കും, അല്ലേ? എന്നിട്ട് എങ്ങനെയാ? ഇന്ത്യയിലെ മറ്റ് ചില സ്ഥലങ്ങളിൽ ശരിക്കും 65 വയസ്സൊക്കെ ഉള്ളൂ. 66 ഇന്ത്യൻ ആവറേജ്. അപ്പം നോക്കൂ, കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം എത്ര വർഷം നീട്ടിക്കിട്ടി? 10 വർഷം നീട്ടിക്കിട്ടി. 10 വർഷം. വേറൊരു സ്ഥലമുണ്ട്, ജപ്പാനിലെ ഓക്കിനാവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ 100 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതൽ പേര്. അപ്പം അവരെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഉറക്കം, അവർ ഭയങ്കര ആക്റ്റീവാണ്. നമ്മുടെ ആൾക്കാർ, നമ്മളൊക്കെ ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുന്നേക്കണോ വേണ്ടേ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കും. അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണമാണ്. മറ്റവർ 100ാമത്തെ വയസ്സിലും കൃഷി ചെയ്യുന്നവർ, കലപ്പ പിടിക്കുന്നവർ, കുതിരപ്പുറത്ത് പോകുന്നവർ, കുങ്ഫു പഠിപ്പിക്കുന്നവരായിട്ടുള്ള വാർദ്ധക്യം ഉള്ള ആൾക്കാരാണ്. ക്വാളിറ്റി ഉള്ള വാർദ്ധക്യം. അപ്പോൾ അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ജപ്പാനിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഹരഹച്ചിബു എന്നാണ് പറയുക. ഹരഹച്ചിബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ 1/3 ഭാഗം ഒഴിച്ചിടും വയറിൻ്റെ. അപ്പം ഞാനത് കേട്ട് വായിച്ചപ്പോൾ ഞാനത് ഞെട്ടി. കാര്യം ചരക സംഹിതയിൽ, ചരകം വിമാനസ്ഥാനത്തിൽ വിശേഷമാനത്തെക്കുറിച്ചാണ് പറയുക. പ്രധാനപ്പെട്ട അളവുകളെ കുറിച്ചാണ് പറയുക. ഓരോന്നിൻ്റെ അളവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഭക്ഷണം കഴിക്കേണ്ട അളവ് പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ പഠിക്കുന്നറിയാം? 1 ഭാഗം ദ്രവം, 1 ഭാഗം ഖരം, 1 ഭാഗം ശൂന്യം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണോ കഴിക്കാറുള്ളത്? പ്രത്യേകിച്ച് മലയാളിയുടെ സദ്യ ഭീകര സദ്യയാണ്, അല്ലേ? നമ്മൾ കഴിച്ച് പിന്നെ നമ്മളെ എടുത്ത്, അല്ലേ, കൊണ്ടുപോകേണ്ടി വരും. എനിക്ക് എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമൊക്കെ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? സ്ത്രീകൾ ആണ് ഇപ്പോഴത്തെ രീതിയിൽ കേരളത്തിൽ ചെയ്യുന്നത്. അതങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയ കാര്യം. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാം, എൻ്റെ വീട്ടിൽ അടുക്കള ഞങ്ങൾ 2 പേരല്ല 4 പേരാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഞങ്ങൾ മക്കളെയും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ നാളെ അവർ പോലെ പോകാൻ വളരെ ഉറപ്പായിട്ട് പറയണം, അടുക്കള കൈകാര്യം ചെയ്യുന്ന ആരായാലും ഒരിക്കലും നിങ്ങൾ 1 or 2 കറിയിൽ കൂടുതൽ ഉണ്ടാക്കരുത്. അങ്ങനെ അതാ പറഞ്ഞപ്പോഴേ അവിടെ കൺഫ്യൂഷനായി, പ്രശ്നമായി, യുദ്ധം നടക്കുമെന്നുള്ളൊരു രീതിയാണ് യുദ്ധം. എന്താ കാര്യം എന്നറിയാമോ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ആവറേജ് മലയാളിയുടെ ഭക്ഷണം ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? 1 തൊടുകറി, 2 ഒഴിച്ചുകറി, പിന്നെ അവിയൽ, തോരൻ. ഈ ഓരോന്നിൻ്റെയും കൂട്ടത്തിൽ കയർത്ത് ഒരു ഇച്ചിരി ചോറ് കഴിക്കണ്ടേ? കഴിച്ച് എന്താവും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
അളവിൽ കുറഞ്ഞ് ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കുക. അപ്പം അളവ് പലപ്പോഴും വലിയ അപകടമാണ്. വേണ്ടത് വേണ്ടത്, അതൊന്ന്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ടോപ്പ് ലോഡിങ് ഫുഡ് പാറ്റേണിൽ മാറ്റം വന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം എപ്പോഴും ഭയങ്കര അഡാപ്റ്റബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ എവിടെ പോയാലും ജീവിക്കും, അല്ലേ? ഇപ്പം ഞാൻ നാളെ ഗോവ പോകുന്നു, നിങ്ങൾ വേറെ ഡൽഹി പോകുന്നു, ഒരു പ്രശ്നമില്ല. നമ്മളൊരു മലയാളിയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വളരെ ഷൂഡാണ്. നമ്മളൊന്ന് മാറി നിന്ന കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൽ അലിഞ്ഞങ്ങ് ചേരും. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു കമ്പനിയിൽ എവിടെ കൊണ്ടുപോയി നമ്മളെ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അവിടെ പൊളിച്ചടുക്കിയിരിക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. നമ്മൾ അത്രയും ഷൂഡാണ്, അത്രയും കൃത്യമായി കാര്യങ്ങളെ വിവച്ഛേദിച്ച് വളരെ വലിയ പോസിറ്റീവ് കഴിവാണത്, ചെയ്യും. പക്ഷെ അതുകൊണ്ട് തന്നെ നോക്കൂ, എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ രാവിലെ എന്താ കഴിക്കുക? നമ്മൾ ഫെർമെൻറ്റഡ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ആരാധകരാണ്. മലയാളികൾ എപ്പോഴും ഫെർമെൻറ്റഡ് ഫുഡ് പ്രൊഡക്ട്സ് കഴിക്കുന്നവരാണ്. ദോശ ഫെർമെൻറ്റഡ് ആണ്, ഇഡലി ഫെർമെൻറ്റഡ് ആണ്, പുളിപ്പിച്ചെടുക്കുന്നതല്ലേ. അപ്പം ഫെർമെൻറ്റഡ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ പുളിപ്പിച്ച സാധനം കുടിക്കുന്നവരും നമ്മളാണ്, അല്ലേ? ആളോഹരി മദ്യം ഏറ്റവും കൂടുതലും നമ്മളാണ് ഫെർമെൻറ്റഡ് ഫുഡ് പ്രൊഡക്ട്സിനുള്ള. ഇതൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ മാറിയിട്ട് ബ്രെഡ് കൊണ്ടുവരുന്നു, ഇല്ലേ? ഷവായി കൊണ്ടുവരുന്നു, ഷവർമ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ വൈകുന്നേരം കൊടുക്കുന്ന അട മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം നൂഡിൽസ് ആക്കുന്നു. പിന്നെ നമ്മുടെ പുറത്തൊക്കെയുള്ള ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മളോട് ചോദിക്കുന്നത് ബനാന ചിപ്സ്, കേരള ബനാന ചിപ്സ് എന്നൊക്കെ ചോദിക്കും നമ്മളടുത്ത്. പകരം നമ്മൾ അത് വിട്ടതിന് ശേഷം മറ്റേ സാധനം ഉണ്ടല്ലോ, നമ്മളെ പൊട്ടറ്റോ ചിപ്സ്, ഇല്ലേ? ലേസ് പോലെയുള്ള സാധനങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. വളരെ അപകടകരമാണിത്. കഴിക്കരുത് എന്ന് പറയുന്നില്ല, നമ്മൾ ഇതിന് സാധ്യമല്ല. അസാധ്യമായ സാധനങ്ങൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അപ്പോൾ അതായി രണ്ടാമത്തെ കാര്യം ഉറക്കം. കൃത്യമായ ഉറക്കം നമുക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഈ രാത്രിയിൽ ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കുന്ന ഒരു രീതി പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇത് ഈർക്കിലൊക്കെ വെച്ചിരുന്ന് ഉള്ള പരിപാടി, അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികളിൽ തന്നെ നല്ലൊരു ശതമാനം, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു IAS പഠനത്തിൻ്റെയൊക്കെ ഒരു വലിയ ഹബ്ബാണ് ട്രിവാൻഡ്രം. അപ്പം ഈ ഗതികെട്ട് ചിലർ ഇഴഞ്ഞൊക്കെ നമ്മുടെ OP വന്ന് കയറാറുണ്ട്. എന്താണ്? പല സ്ഥലത്തും പോയി വയറരിച്ചിൽ സഹിക്കാൻ വയ്യ. എന്താ കാര്യം? രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വിശക്കില്ലേ? അപ്പം നമ്മൾ ചോറ് കഴിക്കില്ല, പകരം ബ്രെഡ് കഴിക്കും. നോക്കൂ, ബ്രെഡ് വീണ്ടും പ്രശ്നമാണ്. ചെറിയ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഉറക്കം ഒരു 7 മണിക്കൂറെങ്കിലും ഒരു പ്രായമായ ആൾക്ക് ഉണ്ടായേ പറ്റൂ. ഉറക്കം വന്നാൽ ഉറങ്ങണം. മനസ്സ് നമ്മളോട്, ശരീരം പറയുകയാണ് എനിക്ക് വയ്യ, ഒരു ഇച്ചിരി നേരം ഒന്നിരിക്കൂ. നിങ്ങൾ വിശ്വസിക്കില്ല, ടോയ്ലറ്റിലിരുന്ന് ഉറങ്ങിപ്പോകുന്നവരുണ്ട്, സ്ട്രെസ്സ് കാരണം, സ്ട്രെയിൻ കാരണം. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത്, ഒരു പ്രോപ്പർ സെക്ഷുവൽ ലൈഫ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആരോഗ്യകരമായ ഒരു ലൈംഗിക വിദ്യാഭ്യാസവും ലൈംഗിക ആരോഗ്യവും ഒന്നും നമ്മുടെ മലയാള സമൂഹത്തിലേക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അത് ഇനി നമ്മൾ കുറേ കൂടെ കാര്യക്ഷമമായി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് നമ്മൾക്ക് സാധ്യമായ സാധനങ്ങളെ മിതമായി ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആയുർവേദം നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് 5 മിനിറ്റ് കൂടെയാണ് സമയം ഉള്ളത്. അപ്പം ശാരീരികമായ കാര്യങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു. ഇനി നമ്മൾ ചോദിക്കുന്നത് മാനസികമായി നമുക്ക് എങ്ങനെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. മാനസിക ആരോഗ്യം, അതാണല്ലോ ഏറ്റവും പ്രധാനം. നമുക്കങ്ങനെ മാനസികാരോഗ്യം വളരെ കുറവാണ്. മലയാളിയുടെ മാനസികാരോഗ്യം, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. 18 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരുടെ മരണത്തിന് കാരണമായി കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത് റോഡ് ട്രാഫിക് ആക്സിഡൻസും ആത്മഹത്യകളുമാണ്. എന്താണ്? പലതരത്തിലുള്ള സമ്മർദ്ദം. നമ്മൾ ഈ 40 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ്റെ ഒരു പ്രശ്നം, എന്നെപ്പോലുള്ള ഒരാളിൻ്റെ മധ്യവയസ്സ് ഇപ്പോൾ 60 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുക. അപ്പം അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെല്ലാ സ്ഥലത്തും മധ്യത്തായിരിക്കും, ഇല്ല? വീട് നോക്കിക്കഴിഞ്ഞാൽ മധ്യത്തായിരിക്കും. കാര്യം, കുഞ്ഞുങ്ങൾ കാണും, ഞാനൊരു മകനായിരിക്കും, ഞാനൊരു അച്ഛനുമായിരിക്കും. അപ്പം മുകളിൽ നിന്നും ഒരു ചെറിയൊരു സമ്മർദ്ദം കാണും, താഴെ നിന്നും ഒരു സമ്മർദ്ദം കാണും. ജോലിയിലാണെങ്കിലോ, ഞാനൊരു അസോസിയേറ്റ് പ്രൊഫസറാണ്, എൻ്റെ മുകളിൽ ഒരു പ്രൊഫസറും കാണും, എൻ്റെ താഴെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറും കാണും. അപ്പം എല്ലായിടത്തുമുള്ള ഈ ഒരു മധ്യമാവസ്ഥ
പൊതുവേ എല്ലാത്തിലും മധ്യമാവസ്ഥയാണ് നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു കുറച്ച് സമ്മർദ്ദമാണ് തൊഴിലിലും ജീവിതത്തിലും. അതുകൊണ്ടാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുക. അപ്പോൾ ആ സ്ട്രെസ്സ് നമ്മൾ മാറ്റുക എന്നുള്ളത്, തിരിച്ചറിയുക, മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാറ്റാൻ പറ്റുക, സ്ട്രെസ്സിനെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചിന്തകളാണ്. കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാം? മലയാളികൾ ഭക്ഷണം നിയന്ത്രിക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ അടുത്തൊക്കെ നമ്മൾ പറയും, ഇറച്ചി ഒന്നും ഇല്ല സാർ, ഞാൻ ഇറച്ചി ഒന്നും കഴിക്കത്തില്ല. ഇല്ല സാർ, മുട്ട ഞാൻ കഴിക്കുകയില്ല. തൈര് ഇല്ല സാർ, കഴിക്കത്തില്ല. അങ്ങനെയുള്ള ഒന്നും കഴിക്കത്തില്ല. അപ്പം നമ്മൾ പറയും, ഇയാൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലല്ല ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ ജീവിക്കുന്നത്? ഒന്നും കഴിക്കത്തില്ല ഇല്ലേ? ഭക്ഷണ നിയന്ത്രണത്തിനൊന്നും പലപ്പോഴും ബുദ്ധിമുട്ട് പറയത്തില്ല. മരുന്ന് ചിലപ്പം എന്ത് വേണമെങ്കിലും കഴിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗികളും നമ്മളോട് ഒന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓൾറെഡി ഒരു അലോപ്പതി ഡോക്ടറെ മരുന്ന് കഴിക്കുന്നുണ്ടാവും. വീടിൻ്റെ 2 വീട് അപ്പുറത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ മരുന്ന് ചെറുതായിട്ട്, അത് ചെറിയ പഞ്ചസാര എല്ലാം ഉള്ളൂ, ചായ കുടിച്ചിട്ട് അതങ്ങ് വായിലിട്ട് കഴിഞ്ഞാൽ ചായയുടെ മധുരവും അതുമായിട്ട് അങ്ങ് ചേർന്നോളും. അവരുടെ നല്ല മരുന്ന് കഴിക്കുന്നുണ്ടാവും. അത് പോരാഞ്ഞിട്ട് ഏതെങ്കിലും അല്ലാതുള്ള ഒരാളുടെ മരുന്ന് വേറെ കഴിക്കുന്നു രഹസ്യമായിട്ട്. പിന്നെ നമ്മളുടെ മരുന്ന് കഴിക്കുന്നുണ്ടാവും. അത് പോരാഞ്ഞിട്ട് പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി, ഗൂഗിൾ യൂണിവേഴ്സിറ്റി, ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന വളരെ വിശാലമായ അറിവുകളെ നമ്മളങ്ങ് സ്വാംശീകരിച്ച് അതുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയത്തില്ല. എന്നിട്ട് നമ്മൾ മരുന്ന് കഴിക്കും. എത്ര മരുന്ന് വേണമെന്ന് കഴിക്കാം. ഒരു കാര്യം മാത്രം പറയരുത്. എന്താണ് ആ കാര്യം എന്നറിയാമോ? വ്യായാമം ചെയ്യാൻ പറയരുത്. ആരോഗ്യമായിരിക്കണം, മൊബിലിറ്റി വേണം. എന്ത് വേണം? നടക്കണം. ശരീരം അനങ്ങിയേ പറ്റും. അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ കസേര ഇരിക്കണം, നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് മൂവ് ചെയ്യണം. അപ്പോൾ ഒരു പ്രായമായിട്ട് നമുക്ക് വ്യായാമം ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരീരം പറയും, എനിക്ക് ബുദ്ധിമുട്ടാണ്, ആയ കാലത്ത് ചെയ്തില്ലല്ലോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കും. അപ്പം വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ നമ്മളുടെ മുട്ടും കൈയും കാലും ഒക്കെ അതിന് പാകപ്പെടുത്തി വെക്കണം. അപ്പം എല്ലാവരും കഴിയുന്ന പോലെ വ്യായാമം ചെയ്യണം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇപ്പോഴേ വ്യായാമം ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുമാതിരിപ്പെട്ട മൊബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചലിക്കാൻ പറ്റുക. ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? നടക്കാൻ പറ്റാത്തതാണ്. കണ്ണ് കാണാൻ പറ്റത്തില്ല പ്രശ്നം. കണ്ണ് കാണാൻ പറ്റാത്തത് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയാനെ. ചിലപ്പോൾ ഒരു നോക്കി, എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം. വൈകുന്നേരം ഇറങ്ങി ആ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുന്നു. എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക്. അപ്പം അത് വളരെ പ്രധാനമാണ് വ്യായാമം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, 2 കാര്യങ്ങളും കൂടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഉപനിഷത്ത് അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്നുള്ള ആയുർവേദം അങ്ങനെ ഒരു ധാരയിൽ നിന്ന് വന്നതുകൊണ്ട് ആയുർവേദം വളരെ കൃത്യമായ ചില ഗൈഡൻസ്, ആത്മീയ സ്വഭാവമുള്ള ചില ഗൈഡൻസ് ലോകമെമ്പാടും പരത്തിവിടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്കൊരു പക്ഷേ അഷ്ടാഹൃദയത്തിലെ ഏറ്റവും മനോഹരമായ ശ്ലോകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നക്തം ദിനാനി മേ യാന്തി കഥം ഭൂതസ്യ സമ്പ്രതി ദുഃഖഭാഗ് നഭവത്യേവം സന്നിഹിത സ്മൃതി. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് കിടക്കും. എപ്പോഴും ഈ ഒരു ആലോചനയാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരചിന്യാം, ശരീരത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. രാത്രി കിടന്നുറങ്ങിയതല്ലേ, കയ്യോ കാലോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കൂ. ഞാനത് പറയുമ്പോൾ ഞാൻ വളരെ 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 കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് വളരെ സമാധാനമായിട്ട് നമ്മളിങ്ങനെ സന്തോഷപ്പെട്ട് സാറിൻ്റെ പുസ്തകത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം സ്വിമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് മൂവി കണ്ടു. ഇവിടുത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വിമ്മേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറിയയിൽ നിന്ന് പലായനം ചെയ്ത് ജർമ്മനിയിൽ വന്നിട്ട് ഈ പലായനം ചെയ്യപ്പെട്ടവരുടെ ടീമിൽ പങ്കെടുത്ത് റിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത 2 പെൺകുട്ടികളുടെ കഥയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പൊള്ളും. പ്രത്യേകിച്ച് പെൺമക്കളുള്ള, എനിക്ക് എൻ്റെ ഇളയ മോള് പെൺകുട്ടിയാണ്, പെൺമക്കളുള്ള അമ്മമാരും അച്ഛന്മാർക്കും പൊള്ളും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ
സിറിയയിൽ നിന്ന് ഒരു ബോട്ടിലാണ് UK തീരത്ത് വന്ന് അടിഞ്ഞിട്ട് യൂറോപ്പിലൂടെ നടന്നാണ് പോകുന്നത്, ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ. ഇന്ന് ഗാസയിൽ, ഇസ്രായേലിലൊക്കെ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ ആലോചിച്ച് നോക്കൂ. രാവിലെ എഴുന്നേറ്റ് ശരീരചിന്ത ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ കാണില്ല. എന്താ കാണാത്തത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചൊരു വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന എനിക്ക് ഇസ്രായേലില്ല, ഗാസയില്ല, പാകിസ്ഥാനില്ല, ഇന്ത്യയില്ല. എനിക്ക് ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്? രോഗി. ഇല്ല, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ രാത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ഇപ്രകാരമുള്ള എനിക്ക് ഇന്നത്തെ രാപകലുകൾ എങ്ങനെ കഴിഞ്ഞു പോയി? അത് ഭയങ്കര ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് അടിച്ചിരിക്കുന്നത്. നക്തം ദിനാനി മേ യാന്തി കഥം യാന്തി. ചോദിച്ചിരിക്കുക, മേ എങ്ങനെയുള്ള എനിക്ക്? നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്? നിങ്ങളുടെ വരുമാനം എന്താണ്? നിങ്ങളുടെ ആരോഗ്യം എന്താണ്? നിങ്ങളുടെ തൊഴിൽ എന്താണ്? നിങ്ങളുടെ തൊഴിലിനും വരുമാനത്തിനും നിങ്ങളുടെ ജീവിത രീതിക്കും അനുസരിച്ചിട്ടുള്ള തരത്തിലാണോ നിങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയത് എന്ന് ചിന്തിക്കുന്നവൻ ഒരിക്കലും ദുഃഖത്തിന് വിധേയമാകില്ല. അല്ലേ? നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ വീടിനടുത്ത് ഒരു വലിയ വീട് അങ്ങോട്ട് വരുന്നുടനെ നമ്മൾക്ക് എന്തായി? നക്തം ദിനാനി, വേദനയുടേതായി മാറുന്നു. നമ്മളെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ദുഃഖത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമായി പറയുക. ഇത് തന്നെയല്ലേ സ്വാമി ഇതിനകത്തൊക്കെ പറയുന്നത്? ഇത് തന്നെ പറയുന്നത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടി നോക്കിയാൽ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ്. എന്താണ് കുഴപ്പമെന്ന് മനസ്സിലായോ? ഇല്ല സർ, കുഴപ്പം മനസ്സിലായിട്ടില്ല. കുഴപ്പം മനസ്സിലാകാത്ത ഒരാൾക്ക് ഒരിക്കലും പരിഹാരമില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കുഴപ്പം മനസ്സിലാക്കുന്ന ആ നിമിഷത്തിൽ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത നിമിഷം നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ പിടിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? നമ്മൾ ഇയാളിനെ കൊണ്ട് തന്നെ അയാളുടെ പ്രശ്നം എന്താണ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വിചാരിക്കും, ഡോക്ടർ പറഞ്ഞു എനിക്ക് ഈ കുഴപ്പമുണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞ കുഴപ്പത്തിൽ ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരാളുടെ പ്രശ്നത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് സദ്വൃത്തം എന്നുള്ളതിനെക്കുറിച്ച്, സദ്വ്രതമാണോ സർ സദ്വൃത്തമാണോ? രണ്ടും ശരിയാണോ? വൃത്തമാണ്. സദ്വൃത്തം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്നത് വൈദ്യശാസ്ത്രം മുഴുവൻ ഈ എത്തിക്സിൻ്റെ വെളിച്ചത്തിലാണ് നിൽക്കുക. പണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരായിരുന്നു. പറഞ്ഞുകൂടാ, അത് ഭീകരമായ കഥകളുണ്ട് ഡോക്ടർമാരെ കുറിച്ച്. നമ്മൾ ഈ നാസി മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, യുദ്ധം, 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇവരെന്താ ചെയ്യുക കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്തെ, ഈ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ അവർ അതിർത്തിയുടെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒരു കാപ്പി കൈമാറിയ ഒരുത്തൻ അടുത്ത ദിവസം വെടിയുണ്ട കൈമാറും. അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുന്ന അവരിൽ മൃഗങ്ങളെ എന്ന പോലെ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയ ഡോക്ടർമാരുണ്ട്. അവരെ ആ പരീക്ഷണങ്ങളിൽ നിന്നാണ് ലോകത്ത് ന്യൂറംബർഗ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ചിന്ത ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ നിന്നാണ്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എത്തിക്സ് എന്തായിരിക്കണം, മൊറാലിറ്റി എന്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തോടു കൂടി പോകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരാളുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുക, അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകുള്ളൂ എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഷ്ടാംഗഹൃദയത്തിലെ വളരെ ഏറ്റവും മനോഹരമായ ശ്ലോകമാണ്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് 2 ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് സദ്വൃത്തം? നിങ്ങൾക്ക് എങ്ങനെ നല്ലത് ചെയ്യാൻ കഴിയും? ആർദ്രസന്താനത ത്യാഗം, കായവാക്ചേതസാം ദമ, സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു പര്യാപ്തം ഇതി സദ്വൃത്തം. പര്യാപ്തമാണ്, ഇത്രയും ചെയ്താൽ മതി, വലിയ കാര്യങ്ങളൊന്നും പോകണ്ട. ഇല്ലേ, സ്വാമിയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല, കുഴപ്പമില്ല. സാറിൻ്റെ അടുത്തും എത്താൻ പറ്റിയില്ല, കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? ഇത്രയും ചെയ്താൽ മതി.
ആർദ്രത ഉണ്ടായിരിക്കുക. ആൾക്കാരോട് എന്ത് ചെയ്യുക? ഒന്ന് സ്നിഗ്ധമായിട്ടൊന്ന് നോക്കുക. ഒരു ദണ്ണവും ഇല്ലല്ലോ ഒന്ന് ചിരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇത്ര മസിൽ പിടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ ചില ഓഫീസിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ പെരുമാറുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ ചില രോഗികൾ വന്നിരിക്കുമ്പോഴത്തേക്കും രോഗികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് ചൂടാവും, പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രോഗികൾ വന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? സാറേ ഡോക്ടറെ ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കും, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമല്ല. ഉടനെ ഡോക്ടർ തിരിച്ച് അത് ഞാനിപ്പോൾ എന്തോ വേണം, നിങ്ങൾ മനസ്സിലായോ? ഒരാൾ രോഗിയാണ്, അയാൾക്ക് പൊട്ടിത്തെറിക്കുമോ അയാൾ? കാര്യം അയാൾ അത്രയും വിഷമം കൊണ്ടായി വരുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇരിക്കും, സമാധാനമായിട്ട് ഇരിക്കും, എന്താ പ്രശ്നം? ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ പെരുമാറ്റത്തിൽ എന്ത് ചെയ്യുക? ഒരല്പം സ്നിഗ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി സ്നേഹം ചേർക്കുക. ഒന്ന്, കായവാചേതസാം ദമ, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും സ്വന്തം ജീവിതം കൊണ്ടും ഒരു മിതത്വം ശീലിക്കുക. മിതത്വം എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടത് വേണ്ടത്ര. വാക്കുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കാറ് പോലുമില്ല. സംസാരിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത് നിൽക്കുന്ന ആളുടെ ഹൃദയം തകർത്ത് കളഞ്ഞുകളയും. ശ്രദ്ധിച്ചില്ലേ? നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത് മിണ്ടിയിട്ടാണോ മിണ്ടാതെയാണോ? മിണ്ടത്തില്ല. ഒരാഴ്ച മിണ്ടാതെ നടക്കും, ഡോറ് പിടിച്ചടയ്ക്കും, സാധനം വലിച്ച് തറയിലിടും, സംസാരിക്കില്ല. അതാണ് വാക്കുകൾ വേണ്ട. ചില വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 8 ഇഞ്ച് കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് 12 ഇഞ്ച് കമ്പി ഇടേണ്ട ഒരു കാര്യവുമില്ല. ഒരു തെറ്റിന് ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും. ഇത് മറ്റേയാളുടെ ഹൃദയത്തെ എങ്ങനെയായിരിക്കും? തകർന്നിരിക്കും. അപ്പം ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കുക, വേദനിപ്പിക്കാതിരിക്കുക, പറയാനുള്ള കാര്യം പറയുക. അടുത്ത വീട്ടിലെ ആള് കുടുംബവുമായിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട് 2-3 പ്രാവശ്യം. കേട്ടല്ലോ? സിനിമയ്ക്ക് പോകണം എന്നാൽ പോകാമല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പോകണ്ട, തിരക്കല്ലയോ? കുറച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും എന്നിട്ടും പോയില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടും. സിനിമയ്ക്ക് പോകണമെങ്കിൽ എന്തെന്ന് പറയണം? സിനിമയ്ക്ക് പോകണം. അതാണ് ഏറ്റവും സിമ്പിൾ വേ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദമം ശീലിക്കുക, മിതത്വം ശീലിക്കുക. അടുത്തതാണ് ഏറ്റവും പ്രധാനം, സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു. സ്വാർത്ഥത്തിനായിട്ട് നമ്മൾ ശേഖരിച്ചതിൽ 1% നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു കൊടുക്കുക. സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു. അങ്ങനെ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്നാണ് പറയുക? ഈ കൊടുക്കുന്നതിനൊരു സൈക്കോളജി ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന് എൻ്റെ പോക്കറ്റിലൊരു പേന ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് എനിക്കിത് എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ജോലി കിട്ടിയപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻ്റെ പ്രൊഫഷൻ്റെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടായിരിക്കും ഞാൻ ഈ പേന ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിലൊരു കുഞ്ഞ് വന്ന് എന്നോട് ചോദിക്കുകയാണ്, മാമ എനിക്ക് ആ പേന തരുമോ? അപ്പോൾ ചോദിച്ചു പോയി ഇനിയിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ പലതുമൊക്കെ പറഞ്ഞു ഒഴിയാൻ നോക്കും. കൊച്ചി ചിലപ്പോൾ നമ്മളെ ഇടം വലം വിടത്തില്ല. കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഓഹ് പോക്കറ്റിൽ കുത്തണ്ടായിരുന്നു, വേറെ എന്തൊക്കെ പേന ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ പേന ശരിക്കും കൊടുത്തോ? നിങ്ങൾ ഈ പേന കൊടുത്തിട്ടില്ല. ഈ പേന ഇപ്പോഴും എവിടെ ഇരിക്കുകയാണ്? ആ പോക്കറ്റിൽ അവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മനസ്സുകൊണ്ട് ചെയ്യണം. യകൃതം മനഃസഹകൃതം. ഇത് യോഗവാസിഷ്ടം എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പുള്ളി പറയുന്നുണ്ട്. കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് കൊടുക്കണം. ഇനി വേറെ ഇതിൻ്റെ റിവേഴ്സ് ഞാൻ പറയാം. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്ന് നമ്മളോട് ഭക്ഷണം ചോദിക്കുകയാണ്, എനിക്കൊരു ഭക്ഷണം വാങ്ങിച്ചു തരുമോ, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും ഓർമ്മ വരിക. അപ്പോൾ നമ്മൾ പോക്കറ്റിൽ കൈവച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഈ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കത്തില്ലേ? അയ്യോ മോനെ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ കൊടുത്തു. ഫിസിക്കലി ഉള്ള കൊടുപ്പല്ല,
സൈക്കോളജിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് അത് കൊടുക്കുമ്പോഴാണ്. ആ കൊടുപ്പിനെയാണ് ഈ ആർദ്രസന്താനത ത്യാഗ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തേന തെക്തേന, അതിനെ അങ്ങ് കളഞ്ഞേക്കുക. ഇട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കരുത്. ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതിൻ്റെ വേദനയാണ് നിങ്ങളിൽ പലർക്കുമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില തെറ്റുകൾ, ചില നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നിയ ചില സന്ദർഭങ്ങൾ, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തോ സംഭവിച്ചു പോയിട്ടുള്ള ചില തോന്നലുകൾ, ഇതിനെയൊക്കെ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇല്ലേ? ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട്, ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ബുദ്ധസന്യാസിയും അവരുടെ ശിഷ്യനും നദി കടന്ന കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവുമല്ലോ, പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും കേട്ടതാണെങ്കിൽ പിന്നെ ആ കഥയ്ക്ക് ജീവനില്ലാണ്ട് പോകും. ഒന്നുകൂടെ കേൾക്കാം, ശരിയപ്പോൾ പറഞ്ഞേക്കാം. ഒരു ബുദ്ധസന്യാസിയും ഒരു ശിഷ്യനും കൂടെ ഒരു നദി കടക്കാനായിട്ട് ഒരു വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ നദി കടക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പം ഒരു നദി, അത്യാവശ്യം വലിയ നദിയാണ്, നടന്നാണ് കടക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കഥ സിനിമയാണ്, അപ്പോൾ 2 സീനായിട്ടാണ് കാണിക്കുന്നത്. അതേ പാരലൽ സമയത്ത് അവിടെ ഒരു സുന്ദരിയായ യുവതിയും നദി കടക്കാനായിട്ട് വന്ന് ശങ്കിച്ച് നിൽക്കുകയാണ്. കാര്യം നദിയിൽ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അപ്പം ഞാനിനി ഇതുവഴി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒഴുകി അങ്ങ് പോകുമോ എന്നൊക്കെയുള്ള വല്ലാത്ത പേടിയും ഭയവും ആകുലതകളും ഒക്കെ ആയിട്ട് ആ യുവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്നതിൻ്റെ പ്രശ്നം ഇല്ലല്ലോ അല്ലേ? കാര്യം നമ്മൾ ഈ അധ്യാപകരായതുകൊണ്ടേ, കാര്യം പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബെല്ലിനും ബ്രേക്കിനും ഒക്കെ ഒരു ഇച്ചിരി കുഴപ്പം കാണും. നമ്മളിങ്ങനെ വരുന്നത് അതുപോലെ പറയുക എന്നുള്ളതാണ്. ഞാൻ പരമാവധി ഞാൻ പിടിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കവേ ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുമായിരുന്നു വന്നപ്പോൾ ഈ വളരെ യുവാവായ ശിഷ്യനും ഇച്ചിരി വൃദ്ധനായ ഗുരുവും കൂടെ വരികയാണ്. വന്നപ്പോൾ പെട്ടെന്ന് ഇവർക്ക് സന്തോഷമായി. ഇവരോട് എന്ന് ചോദിച്ചു, അയ്യോ എന്നെ ഇതൊന്ന് കടക്കാൻ സഹായിക്കുമോ? അത് അപ്പോൾ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് നല്ല ഒഴുക്കുണ്ട്, ചിലപ്പം എൻ്റെ കാലൊന്ന് തെറ്റിയാൽ, സ്വാമിയാണ്, കാലൊന്ന് തെറ്റിയാൽ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒഴുകി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് എന്നെ പിടിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ഇവർ പോകുന്നത്. തീർച്ചയായിട്ടും ഇവർ കയറുന്നു. നല്ല ഒഴുക്കായിരുന്നു. തെന്നി ഇവരെ പിടിച്ചു. ആര്? ഈ യുവാവായ സന്യാസി അവരെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചു. അവർ പോയി തിരിഞ്ഞു. പക്ഷേ ഈ മൂത്ത സന്യാസി പിന്നെ മിണ്ടുന്നില്ല. ഈ ശിഷ്യനോട് മിണ്ടുന്നില്ല. ഇവർ തിരിച്ച് വന്നു. ഗുരു തിരിച്ചു വന്നു. ഇവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. എന്നിട്ട് അവസാനം ശിഷ്യന് ഭയങ്കര വിഷമമായിട്ട് ശിഷ്യൻ ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് എന്നോട് മിണ്ടാത്തത്? അന്നേരം പറഞ്ഞു, നിൻ്റെ പ്രവൃത്തി എനിക്കിന്ന് ഇഷ്ടപ്പെട്ടില്ല. എന്താണ്? അല്ല, നീ ആ പെൺകുട്ടിയെ എടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? ഉടനെ ഇദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അയ്യോ ഗുരു, ഞാൻ അവരെ ആ നദിക്കരയിൽ ഇറക്കി വിട്ടല്ലോ. ബാക്കി പറയണ്ടല്ലോ. അങ്ങ് ഇതുവരെയും അവരെ ഇറക്കി വിട്ടിട്ടില്ല. അതെ, അവർ ഇറക്കി വിട്ടില്ല. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു പുസ്തകത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നമ്മളിൽ ഉണ്ടാക്കുന്ന വിഷമങ്ങളെയും നമ്മളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയും നമ്മൾ എവിടെ ഇറക്കി വിടണം? അവിടെ ഇറക്കി വിട്ടേക്കണം. അതാണ് നമുക്ക്, അതും ഒരു എന്താണ്? ത്യാഗമാണ്. അപ്പം ഇനി 2 കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഒന്നാമത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സാരാംശമാണ്. എങ്ങനെ ആരോഗ്യമായിരിക്കാം? കാലേ ഹിതം മിതം ച അദ്യാത്. കൃത്യസമയത്ത് വേണ്ടത് വേണ്ടത്ര കഴിക്കുക, വേണ്ടത് വേണ്ടത്ര ഉപയോഗിക്കുക. അത് എല്ലാത്തിനും ബാധകമാണ്. വ്യായാമമാണെങ്കിൽ സമയത്ത്, ഗ്രീഷ്മകാലത്ത് ചൂട് സമയത്ത് വ്യായാമം ചെയ്യുന്നത് പോലെയല്ല തണുപ്പ് സമയത്ത് വ്യായാമം ചെയ്യേണ്ടത്. ചൂട് സമയത്ത് കഴിക്കേണ്ട ഭക്ഷണമല്ല തണുത്ത സമയത്ത് കഴിക്കേണ്ടത്, അല്ലേ? ഇപ്പം നിങ്ങൾ ഒരു വെയിലത്ത് ബൈക്കിലൊക്കെ വന്നതിന് ശേഷം ഒരു കടയിൽ കയറി ഒരു 2 കാപ്പി കുടിക്കുമോ, അതോ തൊട്ടടുത്തുനിന്ന് ഒരു നാളികേരം വാങ്ങിച്ച് കുടിക്കുമോ? അത് നമ്മുടെ ശരീരത്തിനറിയാം. അപ്പം സമയത്ത് കാലേ ഹിതം ഹിതം ച അദ്യാത് ന വേഗാനീരയേത് ബലാത്. നിങ്ങളുടെ വേഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകളെയാണ് പറയുക.
നിങ്ങൾ അത് ചിന്ത എങ്ങനെയാണ്? മലപ്രവൃത്തിക്കുള്ള ചിന്തയുണ്ടാകാം, മൂത്രപ്രവൃത്തിക്കുള്ള ചിന്തയുണ്ടാകാം. അതുണ്ടാകുമ്പോൾ അത് കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് മലപ്രവൃത്തി കൃത്യമായി ചെയ്യുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ മനസ്സിലാക്കി ഒഴിവാക്കുക. ന വേഗിതോ അന്യകാരി സ്യാത് ന അജിത്വാ സാധ്യമാമയ. ഒരു സാധ്യമായ രോഗത്തെ കൊണ്ട് നടന്ന് അതിനെ അസാധ്യമാക്കി മാറ്റരുതേ. ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അതിനെ അങ്ങ് പരിഹരിക്കും. മനസ്സിലായോ? അപ്പോൾ ആരോഗ്യമായിരിക്കാനുള്ള ഒന്നാമത്തെ വഴി കാലേ ഹിതം മിതം ജാദ്യാത് ന വേഗാനീരേ ബലാത് ന വേഗിതോ അന്യകാരി സ്യാത് ന അജിത്വ സാധ്യമാണ്. നിത്യം ഹിതാഹാര വിഹാര്യ സേവി സമീക്ഷ്യകാരി വിഷയേഷു അസക്തഃ ദാത സമ സത്യപര പിന്നെ ആപ്തോപസേവീജ ഭവത്യാരോഗ. ഇനി ആരാണ് രോഗമില്ലാത്തവരായിരിക്കുന്നത്? എങ്ങനെയാ? നിത്യം, ഇത് ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ പോരാ. നിത്യം ഹിതാഹാര വിഹാര സേവി, ഹിതമായ പ്രവൃത്തികൾ മിതമായി ആഹാരവും വിഹാരവും കൃത്യമായി ചെയ്യുന്നവർ അല്ലേ? നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി, സമ്യകീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവർ അല്ലേ? നമ്മൾ സാധാരണ കാണല്ലോ, ഒരു മുറിയിലേക്ക് പാമ്പ് കയറി വന്നു, എന്തോ കിട്ടി ഒരൊറ്റ അടി അടിച്ചു, പാമ്പ് ഓക്കെ ആയി, ഒരു ലാപ്ടോപ്പ് പോയി, ലാപ്ടോപ്പ് എടുത്തായിരുന്നു അടിച്ചത്. അപ്പം സമീക്ഷകാരി, സമ്യക് ഈക്ഷണം അല്ല. നമ്മൾ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ നിരന്തരം ക്ഷമ പറയേണ്ടി വരുന്നുവെങ്കിൽ, നമ്മൾ കൂടുതൽ ക്ഷമ പറയേണ്ടി വരുന്നുവെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാതെയാണ് ചെയ്യുന്നത്. സമീക്ഷകാരി വിഷയേഷു അസക്തഃ, വിഷയങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളിൽ, സിനിമ കൂടുതൽ കാണുക, ഭക്ഷണം കൂടുതൽ കഴിക്കുക, ഇതെല്ലാം എന്താണ്? വിഷയങ്ങളിൽ നമ്മൾ ആസക്തരായിത്തീരുന്നു. വിഷയേഷു ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുക. ഇന്ന് തീരുമാനിക്കുകയാണ്. നമ്മൾ കരുണാകരൻ ഉണ്ടായിരുന്നല്ലോ, മരിച്ചുപോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിനൊരു വളരെ ഒരു സുപ്രധാനമായൊരു തീരുമാനം അദ്ദേഹം ജീവിതത്തിലെടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രിയപ്പെട്ട സാധനം പുള്ളി ഉപേക്ഷിക്കും. അതൊരു തരം ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? വിഷയേഷു അസക്തഃ ദാത, എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നവനാകരുത്, വല്ലപ്പോഴും ഒക്കെ കൊടുക്കണം. സമനായിരിക്കുക, എല്ലാവരോടും എല്ലാറ്റിനോടും തുല്യത പാലിക്കുക, ഇക്വാലിറ്റി. നമ്മൾ അതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു ജയകുമാർ സാർ കുറേ നേരം ഈ തുല്യതയെക്കുറിച്ച്. ഈ തുല്യത എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമുള്ള ഏരിയയാണ്. ഞാനതിനെ പറഞ്ഞുതരാം. നമ്മൾ ഒന്നാലോചിച്ച് നോക്കൂ, ഒരു ക്ലാസ് മുറിയിൽ 100 കുട്ടികളുണ്ട്, 20 ആൺകുട്ടികളും 80 പെൺകുട്ടികളും. ഞാനൊരു കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നു, 2 കിലോ കേക്ക്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യമായി വീതിച്ചു. അപ്പം 1 കിലോ കേക്ക് ആൺകുട്ടികൾക്കും 1 കിലോ കേക്ക് പെൺകുട്ടികൾക്കും. ഇത് തുല്യതയാണോ? അല്ല. 20 ആൺകുട്ടികൾക്ക് 1 കിലോ കേക്ക് കിട്ടിയപ്പോൾ 80 പെൺകുട്ടികൾക്ക് 1 കിലോ കേക്കേ കിട്ടിയിട്ടുള്ളൂ. തുല്യത എന്ന് പറയുന്നത് കുറവുള്ളവന് കൂടുതൽ കിട്ടണം. ഇക്വാലിറ്റി ആണ് വേണ്ടത്. ഇക്വാലിറ്റി അതാണ് നമുക്ക് വേണ്ടത്. കുറവുള്ളവന്, സപ്പോർട്ട് ആവശ്യമുള്ളവന് കൂടുതൽ കൊടുക്കുക. ഓക്കെ. ദാത സമ സത്യപര, എന്ത് വന്നാലും സത്യപരനായിരിക്കുക, സത്യത്തോട് ചേർന്നിരിക്കുക. എന്താണ് ധൈര്യം എന്നറിയാമോ? ധീരത എന്താണെന്നറിയാമോ? സത്യത്തോട് ചേർന്നിരിക്കാനുള്ള ഒരുവൻ്റെ കഴിവിനെയാണ് ധീരത എന്ന് പറയുന്നത്. ആന കുത്താൻ വന്നാൽ അതിൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നതല്ല ധൈര്യം. ആനയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന സത്യത്തോട് ചേർന്നിരിക്കുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത് അല്ലേ? ആപ്തോപസേവീജ, ആപ്തന്മാരായിട്ടുള്ള എല്ലാ സ്ഥലത്തു നിന്നുമുള്ള അറിവുകൾ കൊണ്ട് സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ എന്നും ആരോഗ്യമായിരിക്കും. നിങ്ങളെല്ലാവരും എന്നും ആരോഗ്യമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.